കുട്ടിയുടെ കുട്ടിക്കാലത്ത് ഓണവിശേഷങ്ങൾ എങ്ങനെയായിരുന്നു? അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാവരും ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനൊരു പ്രത്യേകത തന്നെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓണം അത് കൃത്രിമമായി മാറി എന്നാണ് പറയാൻ പറ്റുന്നത്. അന്ന് അങ്ങനെയല്ല. അന്ന് എല്ലാവർക്കും ആത്മാർത്ഥതയും സ്നേഹവും സമ്പന്നതയും സമൃദ്ധിയും ഒക്കെ ആയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അത് ചെറിയവനെന്നോ വലിയവനെന്നോ ഇതര മതസ്ഥരെന്നോ ഒന്നുമില്ല. അന്ന് അങ്ങനെയുള്ള വിവാദങ്ങളോ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്തം മുതൽക്ക് തുടങ്ങുന്ന ഓണത്തിൻ്റെ ചടങ്ങുകൾ തിരുവോണത്തിനാണ് തൃക്കാരപ്പനെ വയ്ക്കുന്നതോടുകൂടി ഇതാകുന്നു. പിന്നെ 4 ദിവസം തുടർച്ചയായിട്ട് തിരുവോണം മുതൽ നാലോണം വരെ ആ തൃക്കാരപ്പനെ വെച്ച് പൂജിക്കും. 5 നാളാണ് അതൊക്കെ എടുക്കുക. മൂലത്തിന് മൂലം ഏറുകയറ്റുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. പിന്നെ ഉത്രാടത്തിന് ഉത്രാടവല്ലി അളക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ഇത് പണിക്കാർക്കൊക്കെ ഓണത്തിന് വേണ്ടതായ സാധനങ്ങളൊക്കെ നെല്ല് സഹിതം ഓണത്തിന് വേണ്ടതായ സാധനങ്ങളൊക്കെ അളന്നു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, രീതി ഉണ്ടായിരുന്നു. അതിനെയാണ് ഉത്രാടവല്ലി അളക്കുക എന്ന് പറയുന്നത്. ഓണം മൂല ഏറ് കയറ്റി കഴിഞ്ഞാൽ കാർഷിക വിളകൾ അല്ലെങ്കിൽ കാർഷികമായിട്ടുള്ള സാധനങ്ങളൊന്നും തൊടാൻ പാടില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഉത്രാടത്തിന് നെല്ല് തൊടുമായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. അതുപോലെ എല്ലാവരും അത്തം മുതൽ തന്നെ പാലക്കാട് ജില്ലകളിൽ കർക്കിടക മാസം മുതൽ പൂക്കളം ഇടുന്നു പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരൊന്നും അങ്ങനെയില്ല. ഇവിടെയൊക്കെ ചിങ്ങമാസത്തിലെ അത്തം നാൾ തൊട്ടാണ് പൂക്കളം ഇടുന്നത്. പൂരാടത്തുന്ന ആളാണ് കായ വറക്കുക, ശർക്കരപ്പേരി ഉണ്ടാക്കുക, അതിന് വേണ്ടതായ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. അതിനു മുമ്പ് തൃക്കാക്കരപ്പൻ ഉണ്ടാക്കുന്നു. മണ്ണ് കുഴച്ചിട്ടാണ് തൃക്കാരപ്പൻ ഉണ്ടാക്കുന്നത്. ഇന്ന് അത് റെഡിമെയ്ഡാണ്, നമുക്ക് മേടിക്കാൻ കിട്ടും. തൃശ്ശൂർ പൂരപ്പറമ്പിൽ പോയാൽ ഇഷ്ടംപോലെ തൃക്കാരപ്പനെ മേടിക്കാൻ കിട്ടും. അതുപോലെ അന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും മേക്കഴുകി ഇടനേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വളപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും? പൂക്കളൊക്കെ ഇറക്കും. തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, കോളാമ്പിപ്പൂവ് അങ്ങനെയുള്ള പൂക്കളാണ് മുറ്റത്തിടാൻ ഉപയോഗിച്ചിരുന്നത്. സ്കൂളിലേക്ക് പോണേക്കാളും മുമ്പ് തന്നെ മുറ്റം അടിച്ചു കഴിഞ്ഞിട്ട് പശുചാണകം കൊണ്ട് അത് മെഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പൂവിടുന്നത്. ഒരു തൃത്താവിൻ്റെ ഇല പൊട്ടിച്ച് ആ വൃത്താകൃതിയിൽ മെഴുകിയിട്ടുള്ള സ്ഥലത്ത് വെച്ച് അതിന് ചുറ്റുമായിട്ട് പൂക്കളിടുന്നത്. ഇന്നത് മാറി. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ജമന്തി, അതുപോലെ തന്നെ പിച്ചകം, സെണ്ടുമല്ലി അങ്ങനെയുള്ള പൂക്കളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് തന്നെ വളരെയധികം വ്യത്യാസം വന്നിരിക്കുന്നു. അന്ന് കാലഘട്ടങ്ങളിൽ എല്ലാം വീടുകളിൽ തന്നെയാണ് പാകം ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞ ആ ശർക്കരപ്പേരി ഉണ്ടാക്കുന്നതും മറ്റ് പേരുകളൊക്കെ വീടുകളിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്നതിൻ്റെ സ്ഥാനത്ത് അതൊക്കെ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരുമ്പോഴേക്കും പല സ്ഥലത്തും ബോർഡുകൾ കണ്ടു. ഓണസദ്യ അതിന് ഇത്ര രൂപ. അന്നങ്ങനെയല്ല. അന്ന് ആരും ഓണസദ്യ മേടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്ക് പോകാനോ നിൽക്കില്ല. അവരൊക്കെ വീടുകളിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്നത് ഫ്ലാറ്റുകളായപ്പോൾ ഈ ഓർഡർ കൊടുത്ത് മേടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. പിന്നെ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് നേന്ത്രപ്പഴമാണ്. അതിന് പ്രധാന സ്ഥാനം തന്നെയുണ്ട്. ഓണത്തിൻ്റെ നേന്ത്രപ്പഴമാണ് എല്ലാവരും ഉപയോഗിക്കുന്ന പഴനുറുക്ക്. അത് ഓണസദ്യയുടെ ഒരു പ്രധാന വസ്തുവാണ്. ഇന്ന് അതൊക്കെ പേരിന് മാത്രമായി മാറിയിരിക്കുകയാണ്. അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ വളരെയധികം
അന്തരമുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അന്ന് കാലഘട്ടങ്ങളിൽ എല്ലാവരും ഉച്ചവരെ എന്തെങ്കിലും വീട്ടിൽ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ തിരുവാതിരക്കളി, ഓണക്കളി മുതലായ കാര്യങ്ങൾക്ക് പോകും. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് എല്ലാവരും ടി വിയിലും മൊബൈൽ ഫോണിലും സമയം കളയുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ആ നല്ല കാലങ്ങളൊന്നും തിരിച്ചു വരുന്ന തോന്നുന്നില്ല. ഇപ്പം നമ്മളെത്തി നിൽക്കുന്നത് ഒരു കൃത്രിമ കാലഘട്ടത്തിലാണ്. ഈ കൃത്രിമ കാലഘട്ടത്തിൽ ഓണത്തിനോ മറ്റു വിഷുവിനോ ഒന്നും യാതൊരു പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഓണവിശേഷം എന്ന് പറഞ്ഞാൽ വീടുകളിലായിരുന്നു എല്ലാം ഒരുക്കിയിരുന്നത്. ഇന്നത് റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് കൃത്രിമത്വത്തിലേക്ക് മാറി എന്ന് വേണം കരുതാൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഓണവിശേഷങ്ങൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരവും അറിയിച്ചുകൊള്ളുന്നു.